ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് 6 things I wish I knew before getting into NIFT. അപ്പോൾ നിഫ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യം 6 കാര്യങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് നിഫ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്നെ അറിയിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പിനെ കുറിച്ച് നിഫ്റ്റിൽ വരുന്നതിന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായതിനെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ സ്കോളർഷിപ്പുകളാണ് നിഫ്റ്റിലുള്ളതെന്നും അതിൽ ഏതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ഓരോ സ്കോളർഷിപ്പിനും ഓരോരോ ക്രൈറ്റീരിയകളായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിരുന്നു എങ്കിൽ നന്നായതിനെന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് അറിയായിരുന്നു കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ട്. സ്കോളർഷിപ്പുകൾ പ്രൈവറ്റ് ആയിട്ടും ഗവൺമെൻറ്റിൻ്റെതായും കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഏതിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിഫ്റ്റിന് മാത്രമല്ല മിക്ക കോളേജുകളിൽ ഉണ്ടാവും ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ ഏത് സ്കോളർഷിപ്പാണ് നമുക്ക് വേണ്ടത് എന്ന് നേരത്തെ ഡിസൈഡ് ചെയ്യുന്നതും അത് കിട്ടുന്നതൊക്കെ നമ്മളെ ലക്ക് പോലെയും നമ്മളെ ക്രൈറ്റീരിയാസ് നമ്മളതിന് യോഗ്യത ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് റാൻഡംലി കുറേ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. പക്ഷെ ഒന്നും എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നേരത്തെ സ്കോളർഷിപ്പിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നുണ്ട്. നല്ല ചൂട് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറ്റുവേഷൻ ടെസ്റ്റ് കഴിഞ്ഞ് റാങ്ക് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഓരോ കോളേജിലും അപ്ലൈ ചെയ്യും. ഓരോ കോളേജിലും നമ്മൾക്ക് വേണ്ട കോഴ്സിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഏത് കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ നല്ല ക്ലിയർ വേണം. ഏതൊക്കെ കോളേജിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും ആ കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ അതുണ്ടോ എന്നുള്ളതും നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കണം. അപ്പോൾ ഞാൻ നിഫ്റ്റിലേക്ക് വരുന്നത് ഒരു ജ്വല്ലറി ഡിസൈൻ എന്നുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടെയാണ്. പക്ഷെ ഞാൻ നിഫ്റ്റ് ഭുവനേശ്വരിലെത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവിടെ ആക്സസറി ഡിസൈനിങ്ങിൽ ജ്വല്ലറീസ് പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്ത് കറക്റ്റായി അന്വേഷിച്ചിട്ട് വരിക. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിലൂടെ ആയാലും അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളോടായാലും ഒക്കെ അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് നിഫ്റ്റിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നല്ല അധികം ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ഫീസ് എമൗണ്ട് കേൾക്കുമ്പോൾ ഇതാണ് നമ്മളെ ഒരു സെമ്മിലേക്കുള്ള ഫീന്ന്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അക്കാഡമിക് ഫീസിന് പുറമെ ഹോസ്റ്റൽ ഫീ ആയാലും മെസ് ഫീ ആയാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് അത് അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഐ ഗോട്ട് ടു നോ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നേരത്തെ അറിഞ്ഞു വെക്കാം എങ്ങനെയാണ് ഹോസ്റ്റൽ ഫീ എന്നുള്ള കാര്യങ്ങളും എത്രയാണ് നമ്മൾ അക്കാഡമിക്സ് ഫീ എത്രയാണെന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കാം. പിന്നെ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിൽ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് നമ്മളുടെ ഏത് നിഫ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത് അവിടെ പോലെ ഇരിക്കും. ഇപ്പോൾ നിഫ്റ്റ് ഭുവനേശ്വറിലെ ഹോസ്റ്റൽ ഫീ അല്ല നിഫ്റ്റ് ചെന്നൈയിലെ ഹോസ്റ്റൽ ഫീ. അവിടുത്തെ ഫെസിലിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും, ഹോസ്റ്റൽ ഫീയും ഡിഫറെൻ്റ് ആയിരിക്കും, മെസ് ഫീയും ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ഏത് കോളേജ് അങ്ങനെ ഇരിക്കും. പിന്നെ പോർട്ട്ഫോളിയോ. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നിഫ്റ്റ് മുംബൈയിൽ തന്നെ പഠിക്കണം, നല്ലൊരു കരിയറിന് നിഫ്റ്റ് മുംബൈയിൽ തന്നെ പഠിക്കണം അല്ലെങ്കിൽ നിഫ്റ്റ് ഡൽഹിയിൽ തന്നെ പഠിക്കണം എന്നൊക്കെ. നിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് എൻ്റെതും സ്വപ്നമായിരുന്നു നിഫ്റ്റ് ഡൽഹിയും നിഫ്റ്റ് മുംബൈയൊക്കെ. പക്ഷെ നിഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും
ഇതൊന്നല്ല. ഇവിടെ ഏത് നിഫ്റ്റിൽ പഠിച്ചാലും നിഫ്റ്റി എന്നുള്ള ഒരു ഐഡി അത് നമുക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ 4 വർഷത്തിനുള്ള എങ്ങനെയാണോ നമ്മളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് അതാണ് മുഖ്യം. അപ്പോൾ നമ്മളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ചായിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ. നമുക്ക് ജോലി കിട്ടുന്നതും നമ്മൾ ഏത് കമ്പനീസ് എടുക്കുന്നതും ഒക്കെ നമ്മളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല നമ്മളുടെ ഏറ്റവും നമ്മളുടെ പോസിറ്റീവ് സൈഡ് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കാണിക്കുന്ന ഏറ്റവും നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക ഈ 4 വർഷത്തിനുള്ളിൽ. അതാണ് വലിയൊരു കാര്യം. ആ പോർട്ട്ഫോളിയോക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ അഗെയിൻ എക്സ്പെൻസസ് ഇല്ല. ഇത്രയും വലിയ ട്യൂഷൻ ഫീ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്റ്റേഷനറീസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഒരിക്കലും അല്ല. ഒരു പെൻസില് മുതൽ എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അത് ഈ ട്യൂഷൻ ഫീ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ മിക്ക ആൾക്കാരുടെയും ഒരു ധാരണയാണ് ഇത്രയും വലിയ ട്യൂഷൻ ഫീ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റേഷനറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യായിരിക്കും എന്നുള്ളത്. പക്ഷെ അല്ല, സ്റ്റേഷനറീസ് എല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ ഇട്ട് വാങ്ങണം. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രോയിങ് സ്കിൽ. അത് നിഫ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളിവിടെ നിഫ്റ്റിയൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും ആർട്ടിസ്റ്റ് അല്ല, ഡിസൈനേഴ്സ് ആണ്. നമ്മളുടെ ഡ്രോയിങ് സ്കില്ല് ആർട്ടിസ്റ്റിനെ പോലെ അത്രയും നല്ലതാണെന്നൊന്നുമില്ല. നമ്മളുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ നമ്മളുടെ ഡ്രോയിങ്സിനെ കൊണ്ട് പറ്റിയാൽ മാത്രം മതിയാവും. ഞാൻ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളെന്നല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ഉള്ളൂ. അതിൽ നിഫ്റ്റിലെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇയർ തന്നെ നമ്മളെ ബിൽഡ് ചെയ്യും. കുറച്ച് നന്നായി ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രോയിങ് സ്കില്ലൊക്കെ ഇവിടുന്ന് തന്നെ ബിൽഡ് ചെയ്യും. അപ്പം നമ്മൾ വലിയ ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല നിഫ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു എൻ്റെ 6 തിങ്സും പറഞ്ഞു കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ നിഫ്റ്റിനെ കുറിച്ചുള്ള ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ബൈ.